ഹായ് ഡ്യൂട്സ്, ടെക്കിനോട് പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സാംസങ് ഗാലക്സി വാച്ചിൻ്റെ അൺബോക്സിങ് വീഡിയോയിലേക്കാണ്. അപ്പോൾ നമ്മളിത് ബിഗ് ബില്യൺ ഡേയ്സിൽ എടുത്തതാണ് സ്പെഷ്യലി. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 29,990 രൂപയാണ്. MRP റേറ്റ് കേട്ടോ, 29,990. പക്ഷെ നമ്മൾ എടുത്തത് വെറും 9,000 രൂപയ്ക്കാണ്. ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി വാച്ചിൻ്റെ ബോക്സ്. ഒരു ബ്ലാക്ക് ബോക്സ് ആണ്. ഇതിൽ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. MRP റേറ്റ് വരുന്നത് 29,990 രൂപയാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സൈസ്, പിന്നെ മാനുഫാക്ചർ ഓഗസ്റ്റ് 2020 മാനുഫാക്ചർ ചെയ്തേക്കണത്. കേസൊക്കെയാണ് എഴുതിയേക്കണേ. നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്യാം. യെസ്, ഹിയർ കംസ് അവർ വാച്ച്. നൈസ്. അപ്പോൾ നമ്മുടെ വാച്ച് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് എന്താണ് ബോക്സിൽ പ്രൊവൈഡ് ചെയ്തതെന്ന് നോക്കാം. ലെറ്റ്സ് ഓപ്പൺ ബോക്സ്. യെസ്, ഓപ്പണിംഗ് ഒക്കെ കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ നൈസാണ്, അടിപൊളിയായിട്ടുണ്ട് മൊത്തത്തിൽ. ഇതാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. മാഗ്നറ്റിക് ചാർജറാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഡീറ്റെയിലായിട്ട് നോക്കാം. വേറെ എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. വേറൊരു കുഞ്ഞി കേസ് വരുന്നുണ്ട്. എന്തൊട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്നത് നോക്കാം. ഓപ്പൺ ചെയ്യാം. ചാർജറാണ്, ഇതിൻ്റെ ചാർജറാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇതിനാണ് ബോക്സിൽ വരുന്നത്. വേറെ ഐറ്റംസ് ഒന്നും ബോക്സിൽ കാണാനില്ല. പേപ്പർ വർക്ക്സ് വേണേൽ പേപ്പർ വർക്ക്സ് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പേപ്പർ വർക്ക്സ് ഐറ്റംസ് ഒക്കെയാണ് വരുന്നത്. നമുക്ക് എടുത്ത് നോക്കാം. പേപ്പർ വർക്ക്സ്, സാംസങ്ങിൻ്റെ കുറച്ച് പേപ്പർ വർക്ക്സ് ഒക്കെയാണ് നമുക്ക് മാറ്റി വയ്ക്കാം. ബോക്സിൽ വേറൊരു കാര്യങ്ങളൊന്നും പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്. ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. നമുക്ക് സ്ട്രാപ്പും കൂടി എടുത്ത് നോക്കാം. നൈസ് സ്ട്രാപ്പ് തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് വാച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കി നോക്കാം. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല മെറ്റീരിയലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല ബിൽഡ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാച്ച് നമുക്ക് ലുക്ക് തന്നെ ഒരു പ്രീമിയം ലുക്കാണ്. അതുപോലെ തന്നെ സ്ട്രാപ്പൊക്കെ കണ്ടോ, ഫ്ലെക്സിബിളാണ്, പക്ഷേ നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നത്തെ കേസ് നമുക്ക് പറയാവുന്നത് ഇതിൻ്റെ റൊട്ടേറ്റിംഗ് ബെസലാണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സ്മൂത്താണ്. നിങ്ങളത് യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റേതായൊരു കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഞാൻ എന്തായാലും പറഞ്ഞാലും നിങ്ങൾക്കത് കറക്റ്റ് കിട്ടണമെന്ന് അറിയില്ല. പക്ഷേ അടിപൊളിയായിട്ട് റൊട്ടേറ്റിംഗ് ഒക്കെ പക്ക, ഒരു രക്ഷയില്ല. പിന്നെ നമുക്ക് സ്വിച്ചസിൻ്റെ കേസാണ്. നമുക്ക് ആദ്യം നോക്കുകയാണത് ഇതാണ് നമ്മുടെ ഹോം ബട്ടൺ. ഇതാണ് ഹോം ബട്ടൺ, ഇതാണ് ബാക്ക് ബട്ടൺ. ഈ രണ്ട് സ്വിച്ചസാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കണേ. ബാക്ക് സൈഡിലേക്ക് നമുക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ സെൻസേഴ്സൊക്കെ യൂസ് ചെയ്തേക്കുന്നത്. സെൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും SpO2 ഒക്കെ പ്രൊവൈഡ് ചെയ്തേക്കണതിൻ്റെ ഒരു കേസാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നൈസായിട്ട് ഇവിടെ ഇതിൻ്റെ സാംസങ് ഗാലക്സി വാച്ച്. നിങ്ങൾക്ക് കണ്ടോന്ന് അറിയില്ല ക്യാമറയിൽ. സാംസങ് ഗാലക്സി വാച്ച്. പിന്നെ നമുക്ക് നോക്കാവുന്ന കേസ് ഇതാണ് ഇതിൻ്റെ മൈക്രോഫോൺ. പിന്നെ അതുപോലെ തന്നെ ഇതിനൊരു സ്പീക്കറും കൂടി ഉണ്ട്. ഇതാണ് സ്പീക്കർ. ഇത്തരം കേസസാണ് വാച്ചിൻ്റെ ഓവറോൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. പിന്നത്തെ കേസ് നമുക്ക് ഇനി നോക്കാവുന്നത് വാച്ച് ഓൺ ചെയ്ത് ഡിസ്പ്ലേ എങ്ങനെയുണ്ട് നോക്കാം. ഡിസ്പ്ലേ സെക്ഷൻ നോക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ എന്ന് തന്നെ പറയാം. ക്വാളിറ്റി ഉള്ള നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ. ഇവിടെ ബാറ്ററി പെർസെൻറ്റേജ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ ഒരു തീം ഇട്ടേക്കുന്നതാണ്. സെപ്പറേറ്റ് തീംസിൽ നോക്കുമ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റൊട്ടേറ്റിംഗ് ബെസൽ വെച്ചിട്ട് നമുക്ക് ഓരോന്ന് റൊട്ടേറ്റ് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ വെതറിൻ്റെ കണ്ടീഷൻസ് ഒക്കെയാണ് പറയണേ. അപ്പോൾ നമ്മുടെ വാച്ച് നമ്മളിവിടെ വെക്കുകയാണ്. ഇതാണ് ഇവരുടെ ആപ്പ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സാംസങ് വെയറബിൾ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസ് എല്ലാം ഇത് മൊത്തം പ്രൊവൈഡ് ചെയ്തേക്കണേ. നമുക്ക് എല്ലാ കൺട്രോൾസും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാച്ചിൻ്റെ ആ കൂടെ ഏറ്റവും ഒരു ചെറിയ പ്രശ്നം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. വാച്ചിൻ്റെ ക്യാമറ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യാത്തത്. ബാക്കി നമുക്ക് കോൾ എടുക്കാം, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇതിനുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് തന്നെ പോവാം. അപ്പോൾ ഇതിൽ നോട്ടിഫിക്കേഷൻസ് ആണ് ഫസ്റ്റ് തന്നെ. നമുക്ക് അലോ ചെയ്യണം. നോട്ടിഫിക്കേഷൻ അലോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാച്ചിക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അതുപോലെ തന്നെ ആപ്പിൻ്റെ കേസ്, വിഡ്ജറ്റ്, സൗണ്ട് ആൻഡ് വൈബ്രേഷൻസ്, ഡിസ്പ്ലേ, അഡ്വാൻസ്ഡ്, അങ്ങനെ എല്ലാ ഐറ്റംസും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫൈൻ മൈ വാച്ച്, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു അടിപൊളി വാച്ച് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ഇനി വാച്ച് എടുത്തിട്ട് ഇതിൻ്റെ ഓരോരോ ഫേസസ് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ വാച്ചിൻ്റെ ഫേസൊക്കെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമാണ്. വെറുതെ ഒന്ന് ടാപ്പ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫ്രെയിംസ് നമുക്ക് നോക്കാം. ഇതെങ്ങനെയുണ്ട്, മൊത്തത്തിലൊന്ന് നൈസായിട്ടുണ്ട്, പക്ഷേ നമുക്ക് പെട്ടെന്ന് ഒന്ന് പിടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഓരോരോ ഫേസസ് മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള ഫേസ് സിമ്പിളായിട്ട് തന്നെ മാറ്റാൻ പറ്റും. കുറേ ഫേസസ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എത്ര നമ്പറെന്ന് പറയാൻ പറ്റില്ല, കുറേ ഇഷ്ടം പോലെ ഫേസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി പോയി ഗാലക്സി സ്റ്റോറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനും കൂടുതൽ ഫേസസ് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേസ് തന്നെ, ഞാൻ മുൻകൂട്ടി ഇഷ്ടപ്പെട്ട ഒരു ഫേസ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിലാകുമ്പോൾ എനിക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്.
ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ മെയിനായിട്ട് കേസ് പറയാനുള്ളത്. പിന്നെ ഞാൻ പറയാനുള്ളത് ഇതൊരു ബ്ലൂടൂത്ത് വാച്ചാണ്, LT വെർഷനുള്ള വാച്ചല്ല. നമുക്ക് ഫോണിൽ സിമ്പിളായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്സസൈസോ അങ്ങനെ ഐറ്റംസിനൊക്കെ ഫോൺ കൈപ്പിടിക്കേണ്ട ആവശ്യമില്ല. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് എന്തോരം കലോറീസ് ബേൺ ചെയ്തു എന്നുള്ള കേസൊക്കെ അറിയാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഈ വാച്ച് കൊണ്ട് തന്നെ സാധിക്കും. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ GPS ട്രാക്കിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ട വാച്ചാണ്. മെയിനായിട്ട് പറയുന്നത് വേറൊരു ഫീച്ചറാണ്, നമുക്ക് ആൾക്കാരെ വിളിക്കാനും നമുക്ക് ആൾക്കാരെ ഫോൺ വന്ന് എടുക്കാനും നമുക്ക് അങ്ങോട്ട് കോൾ ചെയ്യാനും ഈ വാച്ചിൽ പറ്റും. നമുക്ക് എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കോൾ ക്വാളിറ്റി എങ്ങനെയുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഒരാളെ വിളിച്ചിട്ട് നമുക്ക് എങ്ങനെയുണ്ട് കോൾ ക്വാളിറ്റി നോക്കാം. നമുക്കപ്പോൾ നമ്മുടെ വാച്ചിൽ നിന്ന് നമുക്കൊന്ന് കോൾ ചെയ്തിട്ട് എങ്ങനെയാണ് അവർക്ക് കേൾക്കണേ, എങ്ങനെയുണ്ട് നമുക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. എങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് ആണോ നമുക്ക് കേൾക്കണേന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കോൾ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, നമുക്ക് ലൗഡ് സ്പീക്കറിലിടാം. ആ വോളിയൊക്കെ ഏറ്റവും മാക്സിമത്തിലാണ് ഇട്ടേക്കണേ. ഹലോ, ജിൻഡോനല്ലേ? ആ എടാ, ഞാനിപ്പോൾ ഈ സാംസങ്ങിൻ്റെ വാച്ചിൽ നിന്നാണ് കോൾ ചെയ്യണത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കണില്ലേ? അപ്പോൾ നമ്മുടെ വാച്ചിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം എങ്ങനെയുണ്ട് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ്. അപ്പോൾ ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നീ പറയുന്നത് എന്തായാലും ക്ലിയർ ആയിട്ട് എനിക്ക് കേൾക്കുന്നുണ്ട്. ആടാ, ഓക്കെ എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആടാ, അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ വാച്ചിൽ നമുക്ക് കോൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് കേൾക്കണമുണ്ട്. ഞാൻ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഇത് സംസാരിച്ച് എന്നിട്ട് തുടങ്ങി നല്ല വ്യക്തമായിട്ട് തന്നെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഇഷ്യൂസ് ഒന്നും ഇല്ല, പക്കയാണ് ആ കേസൊക്കെ. ഇത്തരം കേസസാണ് ഇപ്പോൾ വരുന്നത്. നമുക്ക് അടുത്ത് എന്ത് ഫീച്ചറാണ് ഇതിൽ വരുന്നത് നോക്കാം. നമുക്കപ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും XPO2 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞ സംഭവം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും ഐറ്റംസൊക്കെ ഇതിൽ അറിയാൻ പറ്റും. നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഒരു ടൈം പൊടുക്കുകയായിരിക്കും, പക്ഷേ പക്ക അക്യുറേറ്റ് ആയിട്ട് വരുന്ന നമ്മൾ പ്രതീക്ഷിക്കണം. എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഒരു ഡിസ്പ്ലേ കാണാൻ തന്നെ നല്ല രസമായിട്ടുണ്ട്. നൈസായിട്ട് തന്നെ ഒരു കളർ നല്ല അടിപൊളി ബ്രൈറ്റ് കളേഴ്സാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ബ്രൈറ്റാണ്. ഇപ്പോൾ നമ്മുടെ ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്, കറക്റ്റ് ഇപ്പോൾ അറിയാം. യെസ്, അപ്പോൾ നമുക്ക് വരുന്നത് ഇതിലിപ്പോൾ സ്ട്രെസ് ലെവൽ ഹൈ എന്നാണ് കാണിച്ചേക്കണേ. നമുക്ക് എന്തായാലും ബാക്ക് ലേസസൊക്കെ നോക്കാം. ഇപ്പോൾ ഞാൻ ഭയങ്കര സ്ട്രെസ്സാന്ന് പറയണേ, എന്താ രക്ഷയില്ല. ചിലപ്പോൾ സ്ട്രെസ്സായിട്ട് വീഡിയോ എടുക്കണതിനോടായിരിക്കും. ഈസി ആയിട്ട് അപ്പോൾ എങ്ങനെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് നമുക്ക് നോക്കാം എങ്ങനെ ഈ വാച്ചിൽ വരണേന്ന്. അപ്പോൾ നമ്മളിത് ക്ലിക്ക് ചെയ്തത് ഇപ്പോൾ ലൈവ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമുക്കൊന്ന് മെഷർ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവരുടെ ഡിസൈനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ഡിസൈനാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇത് 136 ഒക്കെയാണ് ഈ ഭർത്താവ്. ഞാൻ ഇപ്പോൾ ചാവുമെന്ന് അറിയില്ല. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ടെൻഷൻ അടിച്ചിട്ടായിരിക്കും കേട്ടോ. നമുക്ക് അക്യുറേറ്റ് ആണോ നമുക്കൊന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഡീറ്റെയിൽ റിവ്യൂവിൽ പറയുന്നതായിരിക്കും. ഇത്ര കേസസാണ് ഇതിൽ വരുന്നത്. നമ്മളിപ്പോൾ നേരത്തെ ഒന്ന് കോൾ ചെയ്തിട്ട് ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. സ്പീക്കർ മൈക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. നല്ല സ്പീക്കർ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നോക്കാം. സ്പീക്കർ ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തേക്കണേ. നല്ലൊരു ഓഡിയോ ക്വാളിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞ് സ്പീക്കർ ആണെങ്കിലും അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് നൈസാണ്. അപ്പോൾ എനിക്ക് നല്ലോണം സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു സ്പീക്കർ സൗണ്ട് ക്വാളിറ്റി ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഈ വാച്ചിൻ്റെ വേറെ ഹൈലൈറ്റ് ഫീച്ചറാണ് IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് വാച്ച്. നിങ്ങൾക്ക് സർപ്രൈസ് കാണിച്ചു തരാം. നോട്ടിഫിക്കേഷൻ പാനൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ലോക്ക് എന്ന് പറഞ്ഞ ഫീച്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാട്ടർ ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വിമ്മിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ വാട്ടർ ലോക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റി ഒക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വാട്ടർ ലോക്ക് എനേബിൾ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ലോക്ക് എനേബിൾ ചെയ്യാം. ഒരു നൈസ് മ്യൂസിക്കൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു അതിൻ്റെ എനേബിളിംഗ് ഒക്കെ വരണേ. അത് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ ഫോണൊക്കെ ഒന്ന് ഫോണല്ല വാച്ച് ഒന്ന് ഷെയ്ക്ക് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഇത്ര കേസസാണ് വരുന്നത്. നമ്മുടെ സ്പീക്കറിൽ ഇജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരുന്നത് പറയുന്നത്. നമുക്ക് എന്താണ് അടുത്ത ഫീച്ചർ നോക്കാം. നമുക്കിതിൻ്റെ ബ്രൈറ്റ്നെസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല രീതിയിൽ ഇപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടാണ് നിൽക്കണേ. നമുക്കിത് അതുപോലെ തന്നെ കുറയ്ക്കാം. നമുക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഔട്ട്ഡോറിൽ ഈ ബ്രൈറ്റ്നെസ്സിൻ്റെ ആവശ്യമുള്ളൂ. അടുത്തത് എന്താ ഫീച്ചർ നമുക്ക് നോക്കാം. അടുത്ത ഫീച്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്തെന്ന് നോക്കാം. അതിന് ടോർച്ച്. എന്താണ് ടോർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വാച്ച് തന്നെ ചെറുതായി അതിൻ്റെ വൈറ്റ് ബ്രൈറ്റാക്കി തന്നിട്ട് ഡിസ്പ്ലേ ബ്രൈറ്റാക്കി തന്നിട്ട് ചെറിയൊരു ടോർച്ച് എന്നുള്ളൊരു ആംഗിളാണ് അവർ ഉദ്ദേശിച്ചേക്കണേ. ഓക്കെ, പിന്നെ നമുക്ക് എന്താ നോട്ടിഫിക്കേഷൻ പാനൽ വരുന്നത് നോക്കാം. പിന്നെ നമുക്ക് വൈബ്രേഷനിൽ ഇടാനായിട്ടുള്ള പരിപാടിയൊക്കെയാണ്. നമ്മുടെ വാച്ച് വൈബ്രേറ്റിൽ ഇടാനൊക്കെ.
ഇങ്ങനത്തെ ഫോൺ ഫുള്ളി കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും കേട്ടോ. നമുക്ക് നൈസായിട്ടൊന്ന് ഫോൺ സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഫോൺ സെർച്ച് ചെയ്യണത് ഇങ്ങനെയാണ് നമുക്ക് ഇൻ്റർഫേസ് പറഞ്ഞത്. അടുത്തായിട്ട് നമുക്ക് വാച്ച് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഫൈൻഡ് മൈ വാച്ച്. യെസ്, സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. യെസ്, ഒരു നൈസ് ട്യൂണാണ് പ്രൊവൈഡ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഫീച്ചറൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കണം. പിന്നെ എന്തൊക്കെ നമുക്ക് ഈ ഫോൺ വെച്ച് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെ ഫീച്ചറാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കണം നമുക്ക് നോക്കി നോക്കാം. ജസ്റ്റ് സാംസങ് വയറിലാണ് ഇത് ഫുൾ കൺട്രോളിങ് വരണേ. ഇതിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇതിൽ ഇത്രയും പ്രൊവൈഡ് ഫീച്ചേഴ്സാണ് കൊടുത്തേക്കണേ. നമുക്ക് ഈ വിഡ്ജറ്റ് എടുത്തു കഴിഞ്ഞാൽ സാംസങ് ഹെൽത്ത്, സാംസങ് ഇങ്ങനത്തെ കേസുകളൊക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാച്ചിനെ ഫുള്ളി ഇതിൽ തന്നെ കസ്റ്റമൈസ് ചെയ്ത് കൺട്രോൾ ചെയ്യാം. ഇതാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആപ്സ് നമുക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഓർഡർ കൊടുക്കാം. എങ്ങനെയാണ് നമ്മുടെ വാച്ചിൽ ആപ്പ് ഓർഡർ വരേണ്ടതെന്നുള്ളതൊക്കെ പക്കയായിട്ട് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. ഇത്തരം കേസസാണ് ഈ ആപ്ലിക്കേഷൻസിൽ പ്രൊവൈഡ് ചെയ്തേക്കണേ. ബിക്സ്ബി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബിക്സ്ബിയിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ടു സ്പീച്ച് അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിൽ ബാക്കിയുള്ള കേസസുകളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വാച്ച് ഒന്ന് ചാർജ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ ബട്ടൺസ് നിങ്ങൾ കാണാനല്ലേ, ഈ സൈഡ് ഇങ്ങോട്ടായിട്ട് വരണം. പക്ഷേ ഇങ്ങനെയാണ് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ വരുന്നത്. മാഗ്നറ്റിക് ചാർജിങ് ആണ്. നമുക്കിത് 56% നമുക്ക് കാണാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ചാർജിങ് വരുന്നത്. അപ്പോൾ ഇതിൽ എന്തോരം ടൈം കൊടുക്കും, 1 hour 7 minutes കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളാവും ബാറ്ററി. ഒരു ചെറിയ ലൈറ്റ് ഇൻഡിക്കേഷൻ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്ര കേസസാണ് ചാർജിങ്ങിൽ വരുന്നത്. മാഗ്നറ്റിക് ചാർജിങ് ആണ്. പക്കയായിട്ട് തന്നെ ചാർജ് വരുന്നുണ്ട്. നല്ല പവർഫുൾ മാഗ്നറ്റാണ്. നമ്മുടെ ഈ ലൈറ്റ് ഇൻഡിക്കേഷൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഓറഞ്ച് ടൈപ്പ് കളറിലാണ്. അപ്പോൾ നമുക്കിത് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പച്ച കളറാവും. പക്ഷേ ഗ്രീൻ ലൈറ്റായി മാറും അത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ വാച്ചിൻ്റെ വീഡിയോ ആയിരുന്നു ഫുള്ളി. നമ്മൾ വാച്ച് കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യമാണ്. എനിക്ക് വാച്ച് വലുതാട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. നൈസായിട്ട് നമ്മൾ കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇവിടെ ആയിട്ടാണ് നമ്മൾ വാച്ച് കിട്ടേണ്ടത്. ഞാൻ വെറുതെ പറഞ്ഞത് മാത്രം. അപ്പോൾ ഈ വാച്ച് നമ്മൾ മേടിച്ചത് വെറും 9,900 രൂപയ്ക്ക് നമ്മൾ ഈ വാച്ച് മേടിച്ചേക്കണേ. ഈ വാച്ചിൻ്റെ MRP റേറ്റ് വരുന്നത് 30,000 ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസാണത്. അപ്പോൾ എന്തായാലും ഈ ബിഗ് ബില്യൺ ഡേയ്സിൽ നിങ്ങൾ വാച്ച് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ എടുക്കാൻ നോക്കുക. ടൈം കഴിയുന്തോറും വാച്ചിൻ്റെ സ്റ്റോക്ക് തീരാനും കിട്ടാൻ ബുദ്ധിമുട്ടുകളൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബിഗ് ബില്യൺ ഡേയ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഓഫേഴ്സിനെ കുറിച്ച് അറിയാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഈ വാച്ചിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടോ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അൺബോക്സിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും പുരോഗം വരുന്നുണ്ടാവുക. നമ്മൾ ഓരോ പ്രൊഡക്റ്റുകൾ ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സിൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.